കേരളത്തിലെ സാമൂഹിക ജീവിതം വളരെ ആപൽക്കരമായ അവസ്ഥയിൽ. കാരണം നിങ്ങൾക്ക് പോലീസിന്റെ അടുത്ത് രക്ഷയില്ല. പോലീസ് സ്റ്റേഷനിൽ പോയി അവർ ഗുണ്ടാ സംഘങ്ങളാണ്, ഗുണ്ടാ സംഘങ്ങൾ പ്രത്യേക രാഷ്ട്രീയ പ്രൊട്ടക്ഷനുള്ള കൂട്ടരാണ് എന്ന് വന്നു കഴിഞ്ഞാൽ പോലീസ് അനങ്ങില്ല. പോലീസുകാരൻ പതുക്കെ അവന്റെ ജീവജീവനം വേണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് ഇന്ന് നടക്കുന്ന അവസ്ഥ ഉണ്ടല്ലോ, ഈ എന്താ പറയുക, ഈ ജാഥയുടെ പേരിൽ, ഈ സദസ്സിന്റെ പേരിൽ ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വളർത്തിക്കൊണ്ടുവരുന്നത് വളരെ നിയമവിരുദ്ധമായിട്ടുള്ള, നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന ഒരു സംവിധാനത്തെ അടി മുതൽ മുടി വരെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയാണ്. ഇത് ഒരുപക്ഷെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. എന്തായാലും ശരി, അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ആപത്താണ്. മുൻകാല സർക്കാരുകൾ സാധാരണ നിലയിൽ ചെയ്യാത്ത ഒരു രീതിയാണ് ഇവിടെ കാണുന്നത്. അതിന് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും അദ്ദേഹത്തിന്റെ നിലപാടുകളിലൊക്കെ തന്നെ ഇതിനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രി എടുക്കുന്നതായിട്ട് കാണുന്നത്. അതാണ് ഇപ്പോ ഉള്ള ഏറ്റവും വലിയ പ്രശ്നം. ഈ എന്താ പറയുക, നമ്മള് പിന്നെ വേലി തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യാൻ പറ്റും? വേലി തന്നെ വിളവ് തിന്നാൻ തുടങ്ങിയാൽ പിന്നെ നമുക്ക് കൃഷിക്കാരന് രക്ഷയില്ല. ആ തരത്തിലുള്ള ഒരവസ്ഥ ഇന്ന് കേരളത്തിൽ. നിയമം സംരക്ഷിക്കേണ്ട ആളുകൾ, നിയമം പാലിക്കേണ്ട ആളുകൾ തന്നെ നിയമ സംവിധാനത്തെ അട്ടിമറിക്കുക എന്നതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ കേരളം ആലോചിക്കേണ്ടത്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥം ആലോചിക്കേണ്ടത്. അതിന്റെ കാര്യം രാഷ്ട്രീയമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. അടുത്ത തെരഞ്ഞെടുപ്പാണ് അതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. അതല്ല ഒരു സർക്കാർ ചെയ്യേണ്ടത്. സർക്കാരിന്റെ ജോലിയല്ല അത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.